സജി നന്ദിയാട്ട് ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത് ഈ സിനിമയിൽ സജീവമല്ലാത്ത കുറച്ച് ആളുകളുടെ മൊഴിയാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്ന്. പക്ഷേ ഇന്ന് സാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു നിലപാട് കൃത്യമായി എടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. ഇത് സ്ത്രീ പക്ഷത്ത് നിന്ന് അത്തരത്തിലുള്ള നിലപാടുകൾ വരുന്നുണ്ട് എങ്കിലും നിങ്ങൾ സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയായിരുന്നുവല്ലോ ഈ മൊഴികൾ കൊടുത്തവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ. പക്ഷെ അതായിരുന്നോ സിനിമാ സംഘടനകൾ എടുക്കേണ്ട ഒരു നിലപാട്? നിങ്ങൾ വെയിറ്റ് ചെയ്യുകയല്ലേ വേണ്ടിരുന്നത്? ശരി, ഇതിൽ ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ? അമ്മ പോലും അങ്ങനെ എടുക്കണമായിരുന്നു. പക്ഷെ അമ്മ ദൗർഭാഗ്യവശാൽ ഒരു നിലപാടും എടുക്കാനാവാതെ കുഴങ്ങുകയാണ്. സജി നന്ദിയാട്ട്. അല്ല, മഞ്ജുഷിനോട് ആര് പറഞ്ഞു ഫിലിം ചേംബർ അഭിപ്രായം പറഞ്ഞു എന്ന്? ഇന്നലെ നമ്മളെ ഈ ഫിലിം ചേംബർ പ്രതിനിധി എന്ന നിലയിൽ ഞാനൊരു അഭിപ്രായം ഇപ്പോഴും പറയുന്നില്ല, അപ്പോഴും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഒരു റിപ്പോർട്ട്, ഒരു പഠന റിപ്പോർട്ടാണ്. ഇതൊരു പോലീസ് അല്ല ലീഗലായുള്ള ഒരു അന്വേഷണമല്ല. മലയാള സിനിമയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരു റിപ്പോർട്ട് തേടി. അപ്പോൾ അവിടെ മലയാള സിനിമയുടെ പരിച്ഛേദം ഒരു മൊഴിയും കൊടുത്തിട്ടില്ല. എനിക്കതിനകത്ത് കൊടുത്തവരാരാണ്? 50 പേരായിരിക്കും. മലയാള സിനിമയിൽ ഒട്ടേറെ മേഖലകളുണ്ട്. ഇപ്പൊ നമ്മുടെ സെക്സ്വൽ ഹറാസ്മെന്റ് മാത്രമല്ല, അത് വളരെ സീരിയസ് ഒഫൻസ് ആണ്. അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വിളിച്ചു വരുത്തി എല്ലാ സംഘടനകളെയും എല്ലാ പ്രതിനിധികളെയും വിളിച്ചു വരുത്തി ഓരോ കാര്യങ്ങളും വിവിധ മേഖലകളെ കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല. എന്റെ ആക്ഷേപമാണ്. ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് അപൂർണമാണെന്നാണ് എന്റെ വിമർശനം, ജനാധിപത്യ വിമർശനം. കാരണം എന്താണ്? മലയാള സിനിമയിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അത് സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഞാൻ അതാ പറഞ്ഞത്. രാഷ്ട്രീയത്തിലുണ്ട്, ലൈംഗിക പീഡനങ്ങളും നടന്നിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ജസ്റ്റിസ് ഹേമ എഴുതിയിട്ടുണ്ട്. ശ്രീ സജി നന്ദിയാട്ട്, ഞാൻ ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും കോപ്പി എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ വായിച്ചതാണ്. നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ഒരു സംവിധായകന്റെയും ഒരു ഛായാഗ്രാഹകന്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് എത്രമാത്രം കെയറിങ് ചെയ്യുന്നുണ്ട്. ജനങ്ങളെ ബോധിപ്പിച്ചിട്ടില്ലല്ലോ. അല്ല, തങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി എത്ര നല്ല കെയറിങ് എടുക്കുന്നുണ്ട്. ഒരു സംവിധായകന്റെയും ഛായാഗ്രാഹകന്റെയും കാര്യം പറയുന്നുണ്ട്, പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതുപോലെ ഇത് അടച്ചാക്ഷേപിക്കുന്നതല്ല എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൊഴികൾ വന്നപ്പോൾ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും സിനിമാ മേഖലയെ നാണം കെടുത്തുന്ന രീതിയിലുള്ളതും അതേപോലെ തന്നെ സിനിമാ മേഖലയ്ക്ക് തിളക്കം നൽകുന്നതുമായുള്ള 2 തരത്തിലുള്ള മൊഴികളുണ്ട്. ദൗർഭാഗ്യവശാൽ സിനിമാ മേഖലയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന മൊഴികളാണ് കൂടുതലെന്നേ ഉള്ളൂ. ശ്രീ സജി നന്ദിയാട്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടില് പലതരത്തിലുള്ള സമഗ്രമായ മലയാള സിനിമയുടെ കാര്യങ്ങളെ കുറിച്ചും കാഴ്ചപ്പാടുകളെ കുറിച്ചും റെമഡികളെ കുറിച്ചും പറയുമ്പോൾ ഇന്ന് ചാനലുകളിൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇക്കിളി കഥകൾ മാത്രം പറയുന്നതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇക്കിളി കഥ പറഞ്ഞോളൂ, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ മലയാള സിനിമ ഒന്നടങ്കം എല്ലാവരും വേട്ടക്കാരാണ്, എല്ലാവരും മോശക്കാരാണ്. ലക്ഷക്കണക്കിന് മലയാള സിനിമാ പ്രവർത്തകർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ മനുഷ്യരെ നോക്കുമ്പോൾ നിങ്ങളെല്ലാം മോശക്കാരെന്ന തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഞങ്ങൾ ഈ സോഷ്യൽ ലൈഫിൽ ജീവിക്കുന്നവരാണ്, സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ വേട്ടക്കാരൊക്കെ, ഞാൻ മഞ്ജുഷോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? മഞ്ജുഷ പറഞ്ഞേ. അന്വേഷിക്കണം. അല്ല, ഞാനതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് അതുകൊണ്ടാണ്. ഇത് അന്വേഷിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. ഇക്കാര്യങ്ങളിൽ മഞ്ജുഷ കണ്ണട ചിരുട്ടാക്കല്ലേ? പിന്നെ ആരാണ് അന്വേഷിക്കേണ്ടത്? പോലീസല്ലേ അന്വേഷിക്കേണ്ടത്? കണ്ണട ചിരുട്ടാക്കല്ലേ? ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഇട്ടേച്ച് പോയ ബ്ലാക്ക് ലോ, കരിനിയമം ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അതിന്റെ പ്രേതം ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഒരാൾ ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം, എനിക്കെതിരെ ഉന്നയിക്കാം, മഞ്ജുഷെതിരെ ഉന്നയിക്കാം. പക്ഷേ ആരോപണം എപ്പോഴാണ് ശരിയാവുന്നത്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോപണം തെളിവ് സഹിതം അവരെ അറസ്റ്റ് ചെയ്യണം. സംശയം വന്നിരിക്കുന്നു. പക്ഷെ ഇവിടെ ഞങ്ങൾ പറയുന്നത് എന്താണ്? ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ വീണ്ടും നമ്പിനാരായണന്മാർ ഇവിടെ ഉണ്ടാവരുത്. ആരോപണം അല്ല, കൃത്യമായ കാര്യങ്ങൾ തെളിയിക്കണം. ലോകത്ത് ഒരു സംശയമില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ തെളിയിക്കണം. പക്ഷേ ശ്രീ സജി നന്ദിയാട്ട്, അവിടെയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ എടുക്കേണ്ടിയിരുന്ന നിലപാട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മോശമായി ഭവിക്കുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ വെളിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് എന്താണ്? അതിൽ ആർക്കൊക്കെ എതിരെയാണ് അങ്ങനെ നിലപാടെടുത്തവരുണ്ട്, ആർക്കൊക്കെ എതിരെയാണ് മൊഴികൾ വന്നിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കണം, അതിന്മേൽ നടപടിയെടുക്കണം. അങ്ങനെ സിനിമാ മേഖലയിലെ ആ നല്ല ആളുകളുണ്ടല്ലോ
അവർക്ക് മോശക്കേടുണ്ടാക്കുന്നത് ഒഴിവാക്കണം. ഇങ്ങനെയല്ലേ നിങ്ങൾ ആവശ്യപ്പെടേണ്ടിയിരുന്നത്? നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ പറയുന്ന ഈ മൊഴി കൊടുത്തവരെല്ലാം കുറ്റക്കാരാണ്, അതിൽ അപൂർണമായ റിപ്പോർട്ടാണ്, ഇങ്ങനെയാണോ നിങ്ങൾ പറയേണ്ടത്? അപ്പോൾ നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നു എന്നുള്ളതാണല്ലോ. ഈ 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തണം എന്നുള്ള കാര്യമല്ലേ നിങ്ങൾ പറയേണ്ടത്? അങ്ങനെ ഉണ്ട് എന്ന് ഒരു വിഭാഗം പറയുന്നു, ഇല്ല എന്ന് വേറൊരു വിഭാഗം പറയുന്നു. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തണം എന്ന് പറയേണ്ടതല്ലേ സംഘടനകൾ? മോഹഭംഗം കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറയുന്നു ഞാൻ ചോദിക്കട്ടെ. എനിക്ക് മമ്മൂട്ടിയെ പോലെ ആകാൻ പറ്റില്ല, അതുകൊണ്ട് മമ്മൂട്ടിയോട് എനിക്ക് ദേഷ്യമാണ്, അല്ല കുശുമ്പാണ്. എനിക്ക് മോഹൻലാലിനെ പോലെ ആകാൻ പറ്റില്ല, അതുകൊണ്ട് മോഹൻലാലിന് കുശും. അതല്ല വേണ്ടത്. നമ്മൾ റിയാലിറ്റിയിലേക്ക് വരണം. ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പത്രക്കാർക്ക് അറിയാം, മാധ്യമങ്ങൾക്ക് അറിയാം. ഇവിടെ ആരാണ് പവർ ഗ്രൂപ്പ്? മലയാള സിനിമ, ഈ കൊച്ചു സിനിമയിൽ എവിടെയാണ് പവർ ഗ്രൂപ്പ്? ആരാണ് മാഫിയ പ്രൊഡ്യൂസർമാർ? ഇവിടുത്തെ എല്ലാ പ്രൊഡ്യൂസർമാരും ഇവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും അറിയാവുന്ന ഇന്റർവ്യൂ സോഷ്യൽ മീഡിയ മുഴുവൻ അവരുണ്ട്. ഒരു പെറ്റിക്കേസ് പോലും ഇല്ലാത്തവരാണ്. വെറുതെ ആരോണം ഉന്നയിക്കല്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾ ആരെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നതല്ല. ഒരേ സമയം 10-40 സിനിമ ലൊക്കേഷൻസ് ഉണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് പ്രോജക്റ്റുകൾ അംഗീകരിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ICC ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഈ കമ്മീഷൻ പറഞ്ഞു ICC ദുർബലമാണെന്ന്. ഞങ്ങളെ വിളിച്ച് ICCയുടെ പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഒരു പറയൂ. താങ്കൾ മൊഴി കൊടുത്തതാണോ? താങ്കൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? ദുർബലമാണ്. അല്ല, താങ്കൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? സജി മൊഴി കൊടുത്തിട്ടുണ്ടോ ഈ കമ്മിറ്റി? ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഞങ്ങൾ ICC ഉണ്ടോ? ഫിലിം ചേംബർ നടത്തുന്ന ICCയുടെ പ്രവർത്തനം എന്താണ്? ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ പറഞ്ഞാൽ ഞങ്ങൾ തിരുത്തും. പക്ഷേ ICC എന്ന് പറയുന്ന സംഘടന ഒന്ന് പറയുന്നത് വെറുതെ ദുർബലമാണ്, കടലാസാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മഞ്ജുഷ, ഞങ്ങളെ വിളിച്ച് ചോദിച്ചോ? ഞങ്ങളെ വിളിച്ച് ചോദിക്കാതെ ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെ ഞാൻ വിമർശിക്കുന്നു. ഞാൻ ജസ്റ്റിസ് ഹേമയെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു. പക്ഷെ അവരുടെ കുഴപ്പമല്ല, മറിച്ച് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കണവർ കൊടുക്കണമായിരുന്നു. ഡേറ്റ എല്ലായിടത്തും കളക്ട് ചെയ്യണം. ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ കുറച്ച് പേര് മാത്രം വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയല്ല സജി, നിങ്ങൾക്ക് ഇങ്ങനെയൊരു കമ്മിറ്റി വേണമെന്നുള്ള ആവശ്യം സിനിമയിൽ നിന്ന് തന്നെയാണ് വന്നത്. ഇങ്ങനെ ഒരു കമ്മിറ്റി വേണമെന്നുള്ള ആവശ്യം സിനിമയിൽ നിന്ന് തന്നെയാണ് വന്നത്. ആർക്ക് വേണമെങ്കിലും കമ്മിറ്റിക്ക് മുൻപാകെ തെളിവ് കൊടുക്കാമായിരുന്നു, മൊഴികൾ കൊടുക്കാമായിരുന്നു. നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ മാറി നിൽക്കുകയായിരുന്നു. നിങ്ങൾ അന്ന് ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? അന്ന് ഈ പദവിയിൽ താങ്കൾ ഉണ്ടായിരുന്നോ 2017-19? ഇല്ല, ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ കൊടുത്തിട്ടുണ്ടാവും മൊഴികൾ. ഇല്ല 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 ഇല്ല. ഞാൻ അപ്പോഴും ICCയിലുണ്ട്. ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് ICC 3 വർഷമായിട്ട് രൂപീകരിച്ചിട്ട് അപ്പോഴും ഞാൻ ആ കമ്മിറ്റിയിലുണ്ട്. WCCയിലെ എന്റെ സഹോദരിമാർക്ക് അതറിയാം. അവർക്ക് വേണ്ടി കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ആൾ ഞാനാണ്. അവരോട് ചോദിച്ചു നോക്കുക. ആ ICCയിൽ വന്ന് പങ്കെടുക്കുന്ന ONB പിന്നെ കൊച്ചുമകൾ ഉൾപ്പെടെ ഈ സജിത മടൽ ഉൾപ്പെടെ വരുന്നുണ്ട്. അവരോട് ചോദിക്കുക. ഞങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ്. സജി, ഇപ്പോൾ ചേംബർ പറഞ്ഞു വരുന്നത് ഈ റിപ്പോർട്ട് അപൂർണമാണ്, ഇതിൽ ഒരു ഭാഗത്തിന്റെ അഭിപ്രായം മാത്രമേ കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഈ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന രീതിയിലല്ലേ നിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇതിൽ വന്നിരിക്കുന്ന മൊഴികൾ അത് ചിലപ്പോൾ ഇപ്പോൾ ചില ആളുകളെ മോശക്കാരാക്കാനാണ്? പിന്നെ ചേംബറിന്റെ നിലപാട് എന്താണ്? ഈ താങ്കൾ തന്നെയല്ലേ പറയുന്നത്? താങ്കൾ പറഞ്ഞു മോഹഭംഗം കൊണ്ടാണെന്ന്. മോഹഭംഗം കൊണ്ടാണ് ഓരോരുത്തരും മൊഴി കൊടുത്തതെന്ന് താങ്കളാണ് പറഞ്ഞത്. അല്ലെന്ന് എല്ലാവരുടെയും മൊഴി തെറ്റാതെ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരുടെ മൊഴി തെറ്റാവാം ശരിയാവാം അർത്ഥസത്യമുണ്ട്. ഇവിടെ ചേംബറിന്റെ അഭിപ്രായം ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. സജി നന്ദ്യാട് എന്ന എളിയ സിനിമാ പ്രവർത്തകന്റെ അഭിപ്രായം മാത്രമല്ല, ചേംബറിന്റെ അഭിപ്രായം പറയാൻ ഞാനാണല്ല. അത് കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. കമ്മിറ്റി ഇന്നലെ പറഞ്ഞിട്ടില്ല. ഇന്നലെ കൂടിയിട്ടോ? അത് മനസ്സിലാക്കൂ. ഇന്നലെ കൂടിയിട്ട് ഇന്നലെ ജനറൽ ബോഡിയാണ്. ഇന്നലെ രാവിലെ 10 തൊട്ട് 11 വരെ ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. 11 മുതൽ ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിക്ക് ഞങ്ങളുടെ തറവാട്ടംഗം, ഞങ്ങളുടെ സിനിമയിലെ തറവാട്ടംഗമായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിന് അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്ന യോഗം ജനറൽ ബോഡിയാണ് വർഷത്തിലൊരിക്കൽ കൂടുന്നത്. അവിടെ വെച്ച് ഞങ്ങൾക്ക് ഇത് പെട്ടെന്നൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ഇത് എത്രയോ അഫിലിയേറ്റ്സിന്റെ അപ്പെക്സ് ബോഡിയാണ്. ചാണിക്കറി ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അഭിപ്രായം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയ ശരി 19, 20, 21, 22 19, 20, 21, 22 4 ദിവസമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. സിനിമാ സംഘടനകൾക്ക് ഇതുവരെ അഭിപ്രായം പറയാറായിട്ടില്ല. എന്ത് പഠിക്കുവാനാണ് ശ്രീ സജി നന്ദ്യാട്? നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് സംരക്ഷിക്കുന്നത്? ശ്രീ ജോർജ് ജോസഫ്, ഈ പരാതി